ഗൈസ്, ഇന്നാണ് ഡേ 3 ഓഫ് 30 ഡേയ്സ് ചാലഞ്ച്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് റെഡി ആയിട്ട് ഇന്ന് എനിക്ക് ട്രാക്ക് സ്യൂട്ട് ആയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ബ്രെഡും പീനട്ട് ബട്ടറും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. തിരിച്ചു വന്നതിന് ശേഷം ഈ ഒരു കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മ എന്നെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അമ്മയെ കൊണ്ട് ഈ കേക്ക് വാങ്ങിപ്പിച്ചു. അതിൻ്റെത് എനിക്ക് വലിയ ടേസ്റ്റ് ആയിട്ട് തോന്നിയിരുന്നാലും കഴിച്ചു. അതിന് ശേഷം ഞാൻ ചോറെടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ലപോലെ വിശപ്പുണ്ടായിരുന്നു. ചോറ് ഊറ്റാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞാൻ. അതിനുശേഷം ചോറും മീൻകറിയും ഒക്കെ ഇട്ടിരുന്ന് കഴിച്ചു. എപ്പോഴത്തെയും പോലെ നല്ലപോലെ വിശന്നിട്ടായിരുന്നു ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല വയറ് നിറച്ച് അതങ്ങോട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിച്ചതിന് ശേഷം പിന്നെ ഡിന്നറിനൊന്നും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഡിന്നറേ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഡിന്നർ കഴിക്കാനുള്ള മൂഡേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് ശേഷം ഞാൻ എക്കണോമിക്സ് ഇരുന്ന് പഠിക്കാൻ തുടങ്ങി. എക്കണോമിക്സ് ഞങ്ങൾക്ക് ടെസ്റ്റാണ്. ഞങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്റർ ടെസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മാർക്ക് നിലയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 10 എനിക്ക് 8 മാർക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ സെക്കൻഡ് ചാപ്റ്ററിന് ഇട്ടിട്ടില്ല. ഇപ്പോൾ തേർഡ് ചാപ്റ്ററിന് ഇടാൻ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് ടെസ്റ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളീ കാണുന്നത്. പിന്നെ എനിക്ക് ക്യാമറ ഓണാക്കി വെച്ചിട്ട് പഠിക്കൽ പരിപാടി എന്ന് പറയുന്നത് ഇപ്പോൾ എനിക്ക് ശീലമായിട്ടുണ്ട്. ഇപ്പം കുറച്ചും കൂടെ നാച്ചുറൽ ആണ് ക്യാമറ മുമ്പിൽ പഠിക്കൽ ഒക്കെ. നേരത്തെയൊക്കെ എനിക്കൊരു ശ്രദ്ധയുണ്ടായിരുന്നു, ഇവിടെ ക്യാമറ ഉണ്ട്, ഇപ്പോൾ ഫോൺ എടുക്കാൻ പാടില്ല ഇതൊക്കെ. പക്ഷേ ഇപ്പോൾ ശീലമായതിനു ശേഷം ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കൈ ഫോണിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തോ വേർഡിൻ്റെ മീനിങ് എങ്ങാണ്ടായിരുന്നു തോന്നുന്നു. എന്തോ വേർഡിൻ്റെ മീനിങ് എങ്ങാണ്ടാണ് ഞാൻ ഫോൺ എടുത്ത് വെച്ച് നോക്കുന്നത്. പിന്നെ ഞങ്ങളുടെ എക്സാം ജൂലൈ തേർഡ് വീക്കിൽ കാണുമെന്നാണ് അപ്പോൾ ക്ലാസ് ടീച്ചർ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പീരിയോഡിക് ടെസ്റ്റിൻ്റെ ടൈം ടേബിൾ ഒന്നും തന്നിട്ടില്ല. തരുമ്പോൾ എന്തായാലും നിങ്ങളോട് ഷെയർ ചെയ്യാം. എനിക്ക് എന്താവും അറിയാൻ പാടില്ല. കോമേഴ്സ് എടുത്തിട്ടുള്ള ഫസ്റ്റ് പീരിയോഡിക് ടെസ്റ്റാണ്. അപ്പോൾ എന്താവും, പേപ്പർ എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു ഐഡിയ നമുക്കില്ല. ആകെ ക്ലാസ്സിലെടുത്തിട്ടുള്ള കുറച്ച് ടെസ്റ്റേ ഉള്ളൂ. പക്ഷെ അതുപോലെ ആയിരിക്കുമല്ലോ നമ്മുടെ മെയിൻ എക്സാം. പിന്നെ 11th നമുക്ക് പാസ്സായി പോകേണ്ട ഒരു മാർക്കിംഗ് സ്കീമൊക്കെ ഉണ്ടാവുമല്ലോ. ഈ പീരിയോഡിക് ടെസ്റ്റിൽ നിന്ന് ഇത്ര മാർക്ക് എടുക്കുന്നു, ഹാഫ് ഇയർലിൽ നിന്ന് ഇത്ര മാർക്ക് എടുക്കുന്നു, ഫൈനൽ എക്സാമിൽ നിന്ന് ഇത്ര മാർക്ക് എടുക്കുന്നു. അതൊക്കെ ഞങ്ങളോട് ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് മാഡം വന്നിട്ട് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് മാർക്കിംഗ് സ്കീമുകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കേട്ടപ്പോഴേക്കും ഒന്നും കൂടെ ടെൻഷൻ കൂടി. ഞങ്ങളോട് മാഡം പറഞ്ഞത് 11th പാസ്സാവണമെങ്കിൽ നിങ്ങൾ എന്തായാലും ഇപ്പോൾ വരുന്ന എല്ലാ ടെസ്റ്റുകളിലും പാസിംഗ് മാർക്കുകളും വാങ്ങിച്ചാലും നിങ്ങൾക്ക് 11th കടന്നു പോകാൻ പറ്റുള്ളൂ. 10th പോലല്ല. 10th നമുക്ക് ബോർഡ് എക്സാമിൻ്റെ മാർക്ക് മാത്രം നോക്കിയാൽ മതി. പക്ഷേ 11th നമുക്ക് അങ്ങനെയല്ല. 11th 9th അങ്ങനെയല്ല. നമ്മുടെ മാർക്ക് നല്ലപോലെ ശ്രദ്ധിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മാഡം പറഞ്ഞു നിങ്ങൾ 9th കാര്യം ഓർത്താൽ മതി. അതുപോലെ തന്നെ ഏകദേശം അതുപോലെ തന്നെ നമ്മൾ ആയിട്ട് നോക്കിയാൽ ഈ ഒരു ഇത് കടക്കാൻ പറ്റുള്ളൂ. കാരണം 12th നമുക്ക് എന്തായാലും പാസ്സായി പോകും. അപ്പോൾ നമ്മൾ 11th അത്രത്തോളം നമ്മളെ തോൽപ്പിക്കാനുള്ള ആ ഒരു പ്രഷർ നമുക്ക് ഉണ്ടാവും, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് ബേസ് ആണ് ഇപ്പോൾ നടക്കുന്നത്. ആ ബേസ് പ്രോപ്പറായിട്ട് പഠിച്ചു പോയാലേ 12th എത്തുമ്പോഴേക്കും നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് ഞങ്ങളോട് മാഡം ഇന്ന് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് എക്കണോമിക്സ് അത്യാവശ്യം ഇഷ്ടമുള്ള സബ്ജക്റ്റാണ്. എക്കണോമിക്സിൽ ഞങ്ങൾ പഠിപ്പിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് ഏകദേശം ഈസി ആയിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ നമുക്ക് കുറേ പഠിക്കാനുണ്ട്. അത് ആ ഒരു കാര്യം കൂടി ഉണ്ട്. അതുകൊണ്ടാണ് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് പിന്നെ തോന്നാൻ ചാൻസ് വരുന്നത്. അതുകൊണ്ടായിരിക്കും മിക്കവാറും. അത്യാവശ്യം ഈസിയാണ് കൊമേഴ്സ്. ഞാൻ വിചാരിച്ചത്രയും പാടല്ല. നമുക്ക് കുറേ പഠിക്കാനുണ്ട്. പക്ഷെ നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ടേ പഠിച്ച് പോവുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്തൊരു സബ്ജക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ പഠിച്ചിട്ടും വലിയ കുഴപ്പമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഓക്കെ ആയിട്ട് പോകുന്നുണ്ട്. ഞാൻ സ്റ്റാർട്ടിങ് തൊട്ട് എൻ്റെ 11th തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എൻ്റെ അക്കൗണ്ടൻസിയുടെ ഞാൻ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അത് കീപ്പപ്പ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഗ്യാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം എനിക്ക് ഒന്നും കൂടെ റീസ്റ്റാർട്ട് ചെയ്യേണ്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഒരിക്കലും അത് ചെയ്യരുത്. ഇപ്പം നിങ്ങൾ 10th 9th നിൽക്കുന്ന ആളാണെങ്കിൽ നമ്മൾ പഠിക്കാൻ ഫസ്റ്റിൽ തൊട്ട് തന്നെ നമ്മളൊന്ന് ചെറിയ രീതിയിലെങ്കിലും ഒരു എഫേർട്ട് ഇട്ട് കൊടുത്താലേ നമുക്ക് പ്രോപ്പറായിട്ട് പഠിച്ച് പോകാൻ പറ്റത്തുള്ളൂ. മാക്സിമം ചാപ്റ്റേഴ്സ് നിങ്ങൾ സ്വന്തമായിട്ട് സെൽഫ് സ്റ്റഡി ചെയ്തെങ്കിലും തീർക്കാൻ നോക്കുക. ഈ വൺ ഷോട്ട് ലെക്ചർ കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് തീർക്കാം എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിൽ ഇരിക്കരുത്. ഞാൻ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ മണ്ടത്തരമാണ് വൺ ഷോട്ട് ലെക്ചേഴ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ റിഗ്രറ്റ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണിത്. നിങ്ങളിപ്പോൾ 10th പഠിക്കുന്ന ആരെങ്കിലും കാണുകയാണെങ്കിൽ നിങ്ങൾ എക്സാമിൻ്റെ സമയത്ത് ആ 4 മണിക്കത്തെ മാരത്തോൺ മാത്രം വിചാരിച്ചിട്ടിരിക്കരുത്. അതുകൊണ്ട് ഒരു കാര്യം ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങൾ കംപ്ലീറ്റ്ലി റിവൈസ്ഡ് ആണ്. നിങ്ങൾ പഠിച്ചതിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടെ എടുക്കുകയാണെങ്കിൽ ഒരു എക്സ്ട്രാ റിവിഷൻ ആയിരിക്കും. അത്രയേ ഉള്ളൂ 4 മണിക്കത്തെ മാരത്തോൺ. നിങ്ങൾക്ക് പിന്നെ ഒരു ഐഡിയ ഉണ്ടാവും, ഇത്രയൊക്കെ ചോദിക്കും എന്നുള്ളൊരു ഐഡിയ ഉണ്ടാവും. അവരെന്തായാലും എക്സാമിന് വയ്ക്കാൻ വന്ന 30 ക്വസ്റ്റ്യൻ ഒന്നും അല്ല മാരത്തോണിൽ പറയുന്നത്. ഒരു 100-150 ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻസ് നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ അത് അത്രയും പഠിച്ചിട്ട് രാവിലെ എന്നിട്ട് പഠിച്ചിട്ട് പോയിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടാവാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഈ സംഭവം വരുമ്പോഴേക്കും നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. അത്രേ ഉള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.